ഹായ് എല്ലാവർക്കും നമസ്കാരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നത്. റെയിൽവേ NTPC വീണ്ടും വിളിക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ വേക്കൻസി ലിസ്റ്റ്, ഈ വർഷത്തെ വേക്കൻസി ലിസ്റ്റാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് റെയിൽവേയുടെ സൈഡിൽ നിന്ന് ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറയുണ്ടായി, കഴിഞ്ഞ വർഷത്തെ NTPCയുടെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, റെയിൽവേ ഇനി എല്ലാ വർഷവും അവരുടെ നോട്ടിഫിക്കേഷൻസ് വരാനായിട്ട് പോവുകയാണ്. SSCയുടെ അതേ പാറ്റേൺ പിടിച്ചാണ് റെയിൽവേ പോകാനായിട്ട് പോകുന്നതെന്ന് നിങ്ങളോട് ലാസ്റ്റ് ഇയറിലെ NTPCയുടെ നോട്ടിഫിക്കേഷൻ ടൈമിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്. സിമിലർലി നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും RRB JE പോലെയുള്ള എക്സാമുകൾ, അല്ലെങ്കിൽ ALP പോലെയുള്ള എക്സാംസ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതായത് ടെക്നീഷ്യൻ പോലെയുള്ള എക്സാമുകളുടെ എല്ലാം വീണ്ടും എന്ത് വരാനായിട്ട് പോവുകയാണ്, നോട്ടിഫിക്കേഷൻസ് വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിയുടെയും വീണ്ടും വരും. അപ്പോൾ റെയിൽവേ ഇപ്പോൾ ഒരു രീതി വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആവശ്യമുള്ള ആളുകളെ ഓരോ വർഷവും എടുത്തു പോവുക എന്നുള്ള രീതിയാണ് അവർ കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, NTPCയുടെ ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും എക്സാമുകൾ, ടയർ 1 എക്സാമുകൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ ടയർ 2 എക്സാമുകൾ ഉടനെ തന്നെ ഉണ്ടാവും. ഗ്രൂപ്പ് ഡി എക്സാമുകൾ നടക്കുകയാണല്ലേ, നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ അടുത്ത വർഷത്തേക്കുള്ള NTPCയുടെ നോട്ടിഫിക്കേഷൻ വീണ്ടും വരാനായിട്ട് പോവുകയാണ്. അതിൻ്റെ വേക്കൻസി ലിസ്റ്റ് അവർ കൃത്യമായിട്ട് ഔട്ട് ചെയ്ത് പോവാണ്. ഇതൊരു അഡ്വാൻറ്റേജ് അല്ലേ? തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ആണ്. SSC എക്സാമുകൾക്ക്, റെയിൽവേ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന, കേന്ദ്ര ഗവൺമെന്റ് ജോലി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും എക്സാമുകൾ ഉണ്ടാവുക, പരീക്ഷകൾ എഴുതാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ ടാസ്ക് അല്ല. അത് ഒരിക്കൽ കൂടെ നമ്മൾ നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ദിശ അക്കാഡമി ഏറ്റവും കൂടുതൽ കാത്തിരുന്ന നിമിഷമാണ്. ദിശയെ ഫോളോ ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ കേരളത്തിനകത്തും പുറത്തുമുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു സന്തോഷ വാർത്തയാണ്. കാരണം വർഷങ്ങളായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ലക്ഷത്തോളം, 1,75,000-ഓളം സബ്സ്ക്രൈബേഴ്സ് തന്നെയുള്ള, കൂടാതെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ചാനൽ, ആർമി ചാനൽ പോലെയുള്ള ക്ലാസ്സുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, ബാങ്കിങ് ചാനലൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെന്നറിയാം. അവരിലേക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ഇൻഫർമേഷൻ, നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. മക്കളെ, എല്ലാ അലസതയും വിട്ട് പഠിക്കുക. ഇപ്പം ഈ വർഷം തന്നെ നമുക്ക് എന്തുണ്ട്, CGLൻ്റെ എക്സാമുകളുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് NTPC പരീക്ഷകൾ ഉണ്ടായിരുന്നു. ഇതേപോലെ അടുത്ത വർഷവും നിങ്ങൾക്ക് എന്ത് വരാൻ പോവുക, ഈ പരീക്ഷകളെല്ലാം പോവുക. അടുത്ത വർഷവും ഉണ്ട്, CGL എക്സാം ഉണ്ട്, CHSL ഉണ്ട്, MTS ഉണ്ട്, അതേപോലെ തന്നെ റെയിൽവേ NTPC വീണ്ടും വരും, ഗ്രൂപ്പ് ഡി വീണ്ടും വരും, അതേപോലെ RRB JE ഉണ്ടാവും, ALP ഉണ്ടാവും. ഇത് ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് പഠിക്കുന്നവരെ സംബന്ധിച്ച്. പല കോണിൽ നിന്ന് ആളുകൾ നിരാശപ്പെടുത്താനായി പല ഫാക്ടേഴ്സ് പറയുമെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ചാൻസ് എടുത്ത് ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലാത്തവരാണെങ്കിൽ ഞാനിത് നിർബന്ധിക്കില്ല. ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി, അത്യാവശ്യം നല്ല സാലറി സ്കെയിലോട് കൂടി, സെക്യൂരിറ്റിയോടെ ഒരു ഗവൺമെന്റ് ജോബ്, സർവീസ് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഏറ്റവും മികച്ച അവസരം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയായിരിക്കും അവസരം. ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് പെട്ടെന്ന് ഓർമ്മപ്പെടുത്താം. ഏകദേശം 8,875 വേക്കൻസിയാണ്. സെപ്റ്റംബർ 23, 2025 ഈ ഒരു വേക്കൻസി ലിസ്റ്റ് ഔട്ടായിരിക്കുന്നത്. 5,817 ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളുണ്ട്. മനസ്സിലായോ? ഗ്രാജുവേറ്റ് ലെവൽ എന്ന് ഉദ്ദേശിച്ചത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന 5,817 പോസ്റ്റുകളും, അണ്ടർ ഗ്രാജുവേറ്റ് അതായത് +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് 3,058 പോസ്റ്റുകളുമാണ് എന്തിൽ വരാനായിട്ട് പോകുന്നത്, അടുത്ത വേക്കൻസി ലിസ്റ്റിൽ പോരാൻ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, ഓരോന്നും ഏത് പോസ്റ്റുകളാണെന്ന് ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും, അതുപോലെ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ മുതിർന്ന ആളുകളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം വളരെ വിലപ്പെട്ട ഇൻഫർമേഷനാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എങ്ങനെ ജോലി കിട്ടും എന്നാലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണ് എങ്കിൽ, ഇപ്പോൾ ഒരുപാട് പേര് രാജ്യത്തിന് വെളിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരാ. നമ്മുടെ നാട്ടിൽ ഒരറ്റംപ്റ്റ് പയറ്റി നോക്കാൻ പറ്റുന്നെങ്കിൽ പയറ്റി നോക്കടാ. തീർച്ചയായിട്ടും നമുക്കിത് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇനി പോസ്റ്റ് വൈസ് ഞാനൊന്ന് പറഞ്ഞുതരാം. പോസ്റ്റ് വൈസ് നിങ്ങൾക്കറിയാകുന്ന ഏറ്റവും കിടിലം പോസ്റ്റുകൾ ഏതൊക്കെയാണ്? സ്റ്റേഷൻ മാസ്റ്റർ, അതുപോലെ ഗൂഡ്സ് ട്രെയിൻ മാനേജർ, നല്ല വേക്കൻസി ഗൂഡ്സ് ട്രെയിൻ മാനേജറിനുണ്ട്. 3,420. പേ ലെവൽ 5 ആണെന്ന് ആലോചിക്കണം. പേ ലെവൽ 6 ആണ്. സ്റ്റേഷൻ മാസ്റ്റർ 615 വേക്കൻസീസ് അപ്രൂവ് ആയിട്ടുണ്ട്. ഇത് കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. ഓക്കെ. അതുപോലെ ട്രാഫിക് അസിസ്റ്റന്റ്, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ,
ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ഇത്രയും പോസ്റ്റുകൾ ചേർത്താണ് 5817 വേക്കൻസി ഏത് ഗ്രാജുവേറ്റ് ലെവൽ NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാമിന് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി പഠിക്കും. ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആവാൻ ആഗ്രഹിക്കുന്നവർ കാണും, അല്ലെങ്കിൽ ഒരു ഗൂഡ്സ് ട്രെയിൻ മാനേജർ കാണാൻ ആഗ്രഹിക്കുന്നവർ കാണും. ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യില്ല മക്കളെ. ഇത് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെയും കൂടെ മനസ്സിലാക്കി ഈ എക്സാമിലേക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ദിശ അക്കാഡമിയുടെ ചാനൽ ഇതിന്റെ ക്ലാസ്സുകളെല്ലാം ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. ഇപ്പൊ മറ്റ് ചാനലുകളൊന്നും ചെയ്യുന്നത് പോലെ ഞാനൊരു കോഴ്സ് നിങ്ങൾ എടുക്കണം, ഇതെടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ ഓഫ്ലൈനിൽ വന്ന് പഠിക്കണം എന്നൊന്നും പറയുന്നില്ല. ദിശയുടെ ചാനലിൽ തന്നെ, നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിൽ തന്നെ 3000-ഓളം വീഡിയോസ് ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് കണ്ടുപഠിക്കുക. ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ സീരിയസ് ആവുന്ന കാര്യങ്ങൾ ആലോചിക്കുക. വേണമെങ്കിൽ എന്നോട് തന്നെ ചോദിക്കാം, എനിക്ക് തന്നെ വാട്സപ്പ് ചെയ്ത് ചോദിക്കാം. കൃത്യമായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ദിശയുടെ ഓൺലൈൻ നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാം. അവർ നിങ്ങളെ കൃത്യമായിട്ട് കൗൺസിൽ ചെയ്യും. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമുകൾക്ക് വേണ്ടി പഠിക്കാം. അപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത്രത്തോളം പോസ്റ്റുകൾ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം നോക്കുന്ന ആളുകൾക്ക് ഉണ്ട്. സീരിയസ്ലി പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസിന് വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാ? ട്രെയിൻ ക്ലർക്ക്, ഓക്കെ, ട്രാഫിക്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ്, നമുക്ക് TT ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റുകളിലേക്ക് ഏകദേശം എത്ര 3058. ടിക്കറ്റ് ക്ലർക്ക് എത്രയാണ്? 2424 വേക്കൻസി ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൂടത്തേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു 10,000-ഓളം വേക്കൻസി അടുത്ത വർഷം ഫില്ല് ചെയ്യും എന്ന് പറഞ്ഞ നമ്മൾ എന്തിനാണ് പഠിക്കാതിരിക്കേണ്ടത്? കഴിഞ്ഞ വർഷം 10,000 വിളിച്ചു, ഈ വർഷം 10,000 വിളിക്കുന്നു. എല്ലാ വർഷവും ഒരു 10,000 വേക്കൻസി നമുക്ക് NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാമിൽ നിന്ന് കിട്ടുക പറയുമ്പം പഠിക്കണം. പല ഡിസപ്പോയിന്റ്മെന്റുകളും, പല നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരും സൈഡിൽ നിന്ന് പലതും പറയും. എനർജി നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? ഇപ്പൊ ദിശ അക്കാഡമിയുടെ ചാനലിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇഷ്ടം പോലെ ഫ്രീ ക്ലാസ്, ഇപ്പൊ ഗ്രൂപ്പ് ഡി ഇഷ്ടം പോലെ ക്ലാസ്സുകൾ കിട്ടുന്നില്ലേ? പഠിക്ക്, നന്നായിട്ട് പഠിക്ക്, ഉറപ്പായിട്ടും പഠിക്ക്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നേടിയെടുക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ എക്സാം. ഒരു സമ്മറി പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഇത്രയേറെ പോസ്റ്റുകളാണ് നമുക്കുള്ളത്, ഇത്രയും വേക്കൻസീസ് ആണ് നമുക്കുള്ളത്. ക്വാളിഫിക്കേഷൻ ഏതാണ്? അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 12th മതി, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ മതി. ഏജ് ലിമിറ്റ് 18 to 33 ഇയേഴ്സ് ആണ് അണ്ടർ ഗ്രാജുവേറ്റ് വരുന്നത്. 18 to 36 ഇയേഴ്സ് ആണ് നമ്മുടെ എന്ത് വരുന്നത്, ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്നത്. 2 CBT1 CBT2 2 എക്സാമുകൾ ഉണ്ടാവും. പിന്നെന്താണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷനും സ്കിൽ ടെസ്റ്റും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതൊരു വലിയ ടഫസ്റ്റ് ആയിട്ടുള്ള പരീക്ഷയൊന്നും അല്ല. SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് സ്റ്റാഫ് സെലക്ഷൻ ഒരു സ്റ്റാൻഡേർഡാണ്. അതിന്റെ അതേ പാറ്റേണിൽ വരുന്ന പരീക്ഷയാണ് എന്തെന്ന് പറയുന്നത്, റെയിൽവേയുടെ എന്ന് പറയുന്നത്. റെയിൽവേയിലേക്ക് വരുമ്പോൾ എന്തില്ല, ഇംഗ്ലീഷ് ഇല്ല എന്നൊരു വ്യത്യാസം മാത്രമാണ് മേജർ ആയിട്ടുള്ള വ്യത്യാസം. അപ്പൊ SSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, ഇപ്പൊ CGL CHSL ലെവലിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പൂ പറിക്കുന്നത് പോലെ നേടിയെടുക്കാൻ പറ്റുന്ന പരീക്ഷ മാത്രമേ ഉള്ളൂ. എന്തെന്ന് പറയുന്നത്, RRB NTPC. നിങ്ങൾ ഓർക്കുക, ശരിയല്ലേ? നിങ്ങളൊരു SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ ഒരു സ്റ്റാൻഡേർഡിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ NTPC നിങ്ങൾ നിസാരമായി നേടിയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് ഞാൻ 100% ഗ്യാരണ്ടി തരുന്നു. പക്ഷേ SSC CGL പോലൊരു എക്സാമിനെ സീരിയസ് ആയി കണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ ദിശ അക്കാഡമി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യം സ്റ്റാഫ് സെലക്ഷൻ റെയിൽവേ എക്സാമുകളെ പറ്റി വീഡിയോസ് കൊണ്ടുവന്ന, അവയർനെസ് കൊണ്ടുവന്ന ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ചാനലാണ് കേരളത്തിൽ നമ്പർ 1 സബ്സ്ക്രൈബേഴ്സ് ഉള്ള SSC റെയിൽവേ ബാങ്കിങ് അക്കാഡമി എന്ന് പറയുന്നത്. കാരണം നമ്മൾ 2019-ലൊക്കെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുമ്പോൾ പല ഇപ്പോഴും അറിയില്ല, പല ആളുകൾക്കും SSC എന്താണെന്ന് അറിയില്ല. റെയിൽവേ കേട്ടിട്ടുണ്ട്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഏതാണെന്ന് അറിയത്തില്ല, അതിന്റെ പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ദിശ അക്കാഡമിക്ക് സാധിച്ചു. ഈ ഇൻഫർമേഷനും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓൺലൈൻ ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നവർക്ക് ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ, വളരെ വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് റെയിൽവേ എക്സാമുകൾക്ക്, SSC എക്സാമുകൾക്ക്, ബാങ്കിങ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കണമെങ്കിൽ കേരളത്തിൽ എല്ലായിടത്തും ദിശ അക്കാഡമി ഉണ്ട്. കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം, അങ്ങനെ എല്ലാ പ്ലേസുകളിലും ദിശ അക്കാഡമി ഉണ്ട്. ഇനി കേരളത്തിന്റെ എല്ലാ ജില്ലകളിലേക്കും ദിശ അക്കാഡമി വരാനായിട്ട് പോവുകയാണ്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങളൊപ്പം ദിശ അക്കാഡമി ഉണ്ട്. നിങ്ങൾ ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ റെയിൽവേ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. 100% എനർജിയിൽ നിൽക്കുക. പല ആളുകളും നമ്മളെ തളർത്താൻ ശ്രമിച്ചാലും 100% എനർജിയിൽ നിൽക്കുക. അപ്പൊ നമുക്ക് പഠിച്ചാലോ മക്കളെ? ഉറപ്പായിട്ടും പഠിച്ചൂടെ?
അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ ക്ലാസ്സുകളിലേക്ക് ഇപ്പോൾ വിജയദശമിയൊക്കെ ആയിട്ട് ദിശ അക്കാഡമിയിൽ ഈ വരുന്ന ഒക്ടോബർ 6 മുതൽ എല്ലാ അക്കാഡമികളിലും ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ ഓൺലൈൻ ബാച്ചുകൾ, പുതിയ ബാച്ചുകൾ എല്ലാത്തിൻ്റെയും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് പഠിക്കാം. ഞാൻ പറയുന്നു, അതിനു മുമ്പ് നിങ്ങൾ ആദ്യം യൂട്യൂബ് ചാനൽ കണ്ട് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ ഒരു അവസരം മിസ്സാക്കാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയിൽ നിന്നൊട്ടും ഡൗൺ ആവാതെ നന്നായി പഠിക്കുക എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.